ഈ സ്റ്റോണ് നമുക്കൊന്നങ്ങോട്ട് എടുത്ത് വയ്ക്കാം. ഇത് ഗാർഡനിൽ ഇടാനായിട്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ കുട്ടികൾക്ക് കളിക്കാം, നല്ല ഭംഗിയുണ്ടെന്ന് കരുതി ഞാനിതിവിടെ ടേബിളിൽ വെച്ചതാണ്. ഇത് ജസ്റ്റ് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് വീഡിയോ തുടങ്ങാം. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു പപ്പടവട ഉണ്ടാക്കിയാണ്. വൈകുന്നേരമായ ചായക്ക് എന്തെങ്കിലും കടി വേണം, പക്ഷേ ബേക്കറി ഒന്നും ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു പപ്പടവട ഉണ്ടാക്കാമെന്ന്. പപ്പടവട എനിക്ക് നല്ല ഇഷ്ടമാണ്. പിന്നെ ഇപ്പം അങ്ങനെ കിട്ടാറില്ല പപ്പടവട വാങ്ങിക്കാനൊന്നും. ഗുരുവായൂർ പോകുമ്പോൾ ഞാൻ പപ്പടവട വാങ്ങിച്ച് കഴിക്കാറുണ്ട്. പക്ഷെ അതിന് എന്താന്ന് വെച്ചാൽ പണ്ടത്തെ ടേസ്റ്റൊന്നുമല്ല, പിന്നെ ഉപ്പ് അധികമാണ്, നല്ല ഉപ്പായിരിക്കും. എനിക്കാണെങ്കിൽ ഉപ്പ് കുറവുമുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഇടയ്ക്ക് വാങ്ങിച്ച് കഴിക്കാറുണ്ട്. പക്ഷെ ഇന്ന് നമുക്കിവിടെ ഉണ്ടാക്കാം. ആദ്യം വേണ്ടത് അരിപ്പൊടിയാണ്. അരിപ്പൊടി ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ, ഷാലിമാറിൻ്റെ അരിപ്പൊടിയാണ് വാങ്ങിച്ചതാണ്. അത് നൈസ് പൊടിയാണ്, അതായത് നമുക്ക് മൾട്ടിപർപ്പസ് ആണ്, അല്ലാണ്ട് ഇടിയപ്പം അപ്പം അങ്ങനെയല്ല, മൾട്ടിപർപ്പസ് ആണ്. ഇത്രയും മതി, ഒരു കപ്പ് മതി. ഒരു സ്പൂണ് മുളക് പൊടി എടുക്കാം. ഒരു 2 സ്പൂണ് എള്ള എടുക്കാം. എള്ള് നല്ല ടേസ്റ്റാണ് എള്ള് ചേർത്താൽ. അപ്പോൾ നമുക്ക് 2 സ്പൂൺ എടുക്കാം. ഒരു 4 പപ്പടം, അല്പം അരിപ്പൊടി, എള്ള്, മുളക് പൊടി ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് വൈകുന്നേരത്തെ ചായക്കൊക്കെ നല്ല ടേസ്റ്റായിട്ട് കഴിക്കാനും പറ്റും, കുട്ടികൾക്കും ഇഷ്ടമായിരിക്കും. 1/2 സ്പൂൺ ഗരം മസാല ചേർക്കാം. അതില്ലെങ്കിൽ കായപ്പൊടി ചേർത്താലും മതി. അല്പം സാദാ വെള്ളം ഒഴിച്ച് നമ്മൾ ദോശമാവിന് കലക്കിയെടുക്കുന്ന അതേ രീതിയിൽ കലക്കിയെടുക്കണം. ഒരു 10 പപ്പടമൊക്കെ നമുക്കിതിൽ വറുത്തെടുക്കാൻ പറ്റും. വളരെ ഈസിയാണ്, നമുക്ക് വൈകിട്ട് ചായക്ക് ഉണ്ടാക്കാനായിട്ട് വളരെ ഈസിയാണ്. പച്ച അരിപ്പൊടി കേട്ടോ, വറുത്തതൊന്നുമല്ല. ദോശമാവിനൊക്കെ കലക്കിയെടുക്കുന്ന അതേ പാകത്തിലാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ചുട്ടെടുക്കാം. എണ്ണ നന്നായി തിളയ്ക്കണം. ഒരു 10 പപ്പടം എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ മാവിൽ മുക്കി ഓരോന്നായിട്ട് ഉടനെ മുക്കിയിടണം. നമ്മൾ മുക്കി വെക്കരുത്, അപ്പോൾ ഈ പപ്പടം അങ്ങ് കുഴഞ്ഞു പോവും. അതുകൊണ്ട് ഒന്നെടുത്ത് മാവിൽ മുക്കി ഉടനെ നമ്മൾ തിളച്ച എണ്ണയിലേക്ക് ഇടണം. നന്നായി മൂത്ത ശേഷം മാത്രം വാങ്ങണം, അല്ലാത്ത പക്ഷം നമുക്ക് എടുത്തു വെച്ച് കഴിഞ്ഞാൽ തണുത്തു പോകും. അപ്പം നന്നായി മൂത്ത ശേഷം മാത്രം നമ്മൾ വാങ്ങി വയ്ക്കണം. അപ്പം നമ്മുടെ പപ്പടവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്തതാണ്. ഒന്ന് കഴിച്ചു നോക്കാം അല്ലേ? ഗരം മസാലയുടെ ടേസ്റ്റ് ഒക്കെ വരുന്നുണ്ട്. നല്ല ക്രിസ്പി ആട്ടോ, നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഇതെന്താന്ന് വിചാരിക്കേണ്ട കേട്ടോ, ഇത് എൻ്റെ ഒരു ഫ്രണ്ട് കൊണ്ടു തന്നതാണ്. അവര് വടുവപ്പുളിയാണ് എന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടു തന്നെ. പക്ഷെ എനിക്ക് തോന്നുന്നത് എന്താ പറയുക, ഗണപതി നാരങ്ങ എന്ന് പറയും, മാതോടി നാരങ്ങ എന്നും പറയും തോന്നുന്നുണ്ട് അല്ലേ? മാതോടി നാരങ്ങ എന്ന് പറയില്ല കേട്ടാ. പിന്നെ ഞാൻ വീഡിയോ എടുക്കുമ്പോ ഇത് കാണുമ്പോ എല്ലാവരും ഇത് എന്താണാവോ വിചാരിക്കും കേട്ടോ. ഇത് നമ്മുടെ ഇത് കണ്ടില്ലേ, ഒരു സ്റ്റോണാണ്. നല്ല ഭംഗിയില്ലേ കാണാൻ? അയ്യോ ഒന്ന് പോയി. ഇതൊരു സ്റ്റോണാണ്. അപ്പൊ കുട്ടികൾക്ക് ഈ കോട്ടി കളിക്കുന്നതിന് പകരമൊക്കെ ആയിട്ടേ കുട്ടികൾ വരുമ്പോ അവരിരുന്ന് കളിക്കും. ഇതങ്ങോട്ട് കൊടുത്താൽ മതി, അവരിരുന്ന് കളിക്കും. നല്ല രസമാണ്. ഇതിന്റെ വൈറ്റും ബ്ലാക്കും ഒക്കെ ഉണ്ട്. എനിക്കിതിന് ചന്തം കണ്ടിട്ട് ഞാനിതിവിടെ കുറച്ചിങ്ങനെ ഒരു ബൗളിലാക്കിയിട്ട് മേശപ്പുറത്ത് വെച്ചതാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ബൈ.